നമസ്കാരം. ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ ഇറാന്റെ പരമോന്നത നേതാവായ മൊജ്തബ ഖമേനിയുടെ ആരോഗ്യനില സംബന്ധിച്ച പുതിയ വിവരം പങ്കുവച്ചിരിക്കുകയാണ് ഇറാൻ. ഖമേനിയുടെ കൈകാലുകൾക്കും മുഖത്തിനും ഗുരുതരമായി പരിക്കേറ്റതായി, അദ്ദേഹത്തിന്റെ പ്ലാസ്റ്റിക് സർജറിക്കും കൃത്രിമ അവയവം വെച്ചു പിടിപ്പിക്കുന്നതിനും വിധേയമായി എന്നുള്ള വിവരങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഒരു തുറന്നു പറച്ചിലുമായി ഇറാൻ എത്തിയത്. മുഖത്തിന് കാര്യമായി പൊള്ളലേറ്റ മൊജ്തബയ്ക്ക് പ്ലാസ്റ്റിക് സർജറി ആവശ്യമാണ് എന്നും കാലിന് 3 ശസ്ത്രക്രിയകൾ കഴിഞ്ഞ് കൃത്രിമക്കാൽ ഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ വാർത്തകൾ അപ്പാടെ തള്ളിക്കൊണ്ടാണ് ഇറാന്റെ ഔദ്യോഗികമായ പ്രതികരണം എത്തിയത്. ദൈവത്തിന് നന്ദിയെന്നും അദ്ദേഹം സുഖമായിരിക്കുന്നു, ശത്രുക്കൾക്ക് എല്ലാതരം, അതായത് ശത്രുക്കളുടേതായി പ്രചരിക്കുന്ന എല്ലാതരം കിംവദന്തികളും അതെല്ലാം വെറും വ്യാജ വാർത്തകൾ എന്നാണ് ഇറാന്റെ നിലപാട്. ശരിയായ സമയത്ത് അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുമെന്നും അതുവരെ ജനങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് അധികൃതരുടെ പ്രസ്താവന. എന്തായാലും ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ നടുവിനേറ്റ പരിക്ക് ഭേദപ്പെട്ടു എന്നും മുട്ടിലെ പരിക്ക് ഉടൻ മാറുമെന്നുമാണ് ഏജൻസി വ്യക്തമാക്കിയത്. ഖമേനിക്ക് ചെവിക്കു പിന്നിൽ ഒരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് പരമോന്നത നേതാവിന്റെ ഓഫീസിലെ പ്രോട്ടോകോൾ ഡയറക്ടർ ജനറൽ മസാഹർ ഹുസൈനി പറയുന്നത്. ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥനായ ഹുസൈൻ കർമാൻപൂർ പറയുന്നതനുസരിച്ച് ഖമേനിക്ക് ഗൗരവകരമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. മുഖത്തിന് വൈകല്യം ഉണ്ടാകുന്നതോ അംഗഭംഗം വരുന്നതോ ആയ പരിക്കുകളൊന്നും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല. മുറിവുകളിൽ ഏതാനും തുന്നലുകൾ മാത്രമേ ഇട്ടിരുന്നുള്ളൂ. അതേസമയം ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നെങ്കിലും അദ്ദേഹത്തിന് മാനസികമായി ഉന്മേഷവാനാണ് എന്നായിരുന്നു ഈ മാസം ആദ്യം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കാലിന് 3 തവണ ശസ്ത്രക്രിയ നടത്തിയെന്നും ഇനി കൃത്രിമ അവയവം ഉപയോഗിക്കേണ്ടി വരുമെന്നായിരുന്നു അന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. കൈക്കും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെന്നും മുഖത്തും ചുണ്ടിലും വലിയ തോതിൽ പൊള്ളലേറ്റതിനാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും അതിനാൽ പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വന്നേക്കാം എന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ വെളിപ്പെടുത്താത്ത ഒരിടത്തു വെച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച ഖമേനിയെ കണ്ടതായുള്ള വിവരങ്ങളും ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. പിതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം അധികാരം ഏറ്റെടുത്ത മൊജ്തബ ഇതുവരെയും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇതാണ് അഭ്യൂഹങ്ങൾക്കുള്ള ആക്കം കൂട്ടിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ദുരൂഹമായാണ് ഇപ്പോൾ തുടരുന്നത്. ഈ വർഷം ആദ്യം ഇറാനെതിരെ യുഎസും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് മൊജ്തബയ്ക്ക് പരിക്കേറ്റത്. ഫെബ്രുവരി 28-ന് ഇസ്രായേലിന്റെ ബ്ലൂ സ്പാരോ ബാലിസ്റ്റിക് മിസൈലുകൾ ഖമേനിയുടെ വസതിയിൽ പതിച്ചപ്പോൾ നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അദ്ദേഹം വീടിന് പുറത്തിറങ്ങിയ സമയത്താണ് ആക്രമണം ഉണ്ടായതെന്നും ഈ സ്ഫോടനത്തിൽ അദ്ദേഹത്തിന്റെ പത്നി കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒരു സമയത്ത് മൊജ്തബ ഖമേനി മരണപ്പെട്ടു എന്നും അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതും ഇറാനിൽ നിന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരുന്നു. ഇത് അഭ്യൂഹങ്ങൾക്ക് കൂടുതലധികം ആക്കം കൂട്ടിയിരുന്നു. എന്നാൽ ഇതെല്ലാം വെറും വ്യാജ വാർത്തകളാണെന്നും അത്തരത്തിൽ അദ്ദേഹത്തിന് യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തുടരുന്നു എന്നാണ് ഇറാനിൽ നിന്നും വരുന്ന പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.